ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കരിക്കിൻമേട് വ്യൂ പോയിന്റിലാണ്. ഇവിടെ മൊത്തം കോട കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ മനോഹരമായ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഷൈൻകൂട്ടിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിഥുൻ ബ്രോ അവിടെ നിൽക്കുന്നുണ്ട്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അവനോട് തന്നെ ചോദിച്ചു നോക്കാം ഈ വൈബ് എങ്ങനെയുണ്ടെന്ന്. ഒരു രക്ഷയില്ല, ചുറ്റുമുള്ള ഒരു കാഴ്ചയും കാണാൻ പറ്റത്തില്ല, മൊത്തം കോട കയറി മൂടി നിൽക്കുകയാണ്. പിന്നെ പിന്നെ നല്ല തെറ്റലുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എവിടെ പോയി കഴിഞ്ഞാലും സേഫ്റ്റി പാലിച്ചേ പറ്റൂ. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നത്, നമ്മൾ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ എൻജോയ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഗൈസ്. അങ്ങോട്ട് പോകണം ഗൈസ്, ആ കാണുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാനുള്ളതാണ്. പക്ഷേ അവിടെ ഒന്ന് കാണത്തു പോലുമില്ല. അതിന്റെ മോളെ ആരാണ്ടൊക്കെ നിൽപ്പുണ്ട്, നമുക്കും പോയി അവിടെ നിൽക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് അടുത്ത വൈപ്പടിക്കാൻ അങ്ങോട്ട് പോകാം. അപ്പൊ ഗൈസ്, ഇത് കരിക്കമ്മേട് എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ തന്നെ വളരെ അതിമനോഹരമായ സുന്ദരമായ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആക്ച്വലി ഇത് മഴക്കോട്ടല്ല ഗൈസ്, ഇത് വിന്റർ കോട്ടാണ്. വാട്ടർ പ്രൂഫ് ആണോ? ആയിരിക്കും അല്ലേ. അപ്പൊ ഗൈസ്, പിന്നെ നിങ്ങളൊരു കാര്യം പറയാണ്, നമ്മുടെ ഇടുക്കിക്ക് വേണ്ടി നമ്മുടെ എക്സ്കോസ്മോസിന്റെ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇടുക്കിയിലുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്, ഈസിയാണ്. അതിനകത്ത് മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്ഥലം കിട്ടും. ഏകദേശം 100ഓളം ബെസ്റ്റ് സ്ഥലങ്ങൾ ക്ലാസിഫൈ ചെയ്താണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഇടുക്കിയിലേക്ക് വരാൻ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് അത് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുറന്ന് കാണാം. ഗൈസ്, അപ്പം നമ്മൾ നടന്നു പോകാൻ തീരുമാനിച്ചു. നമ്മൾ നടക്കുകയാണ് വ്യൂ പോയിന്റിലേക്ക്. ചുറ്റും നല്ല കോടയാണ്. പ്രകൃതി രമണീയമായ കരിക്കിൻമേട്. ഇടുക്കിക്കൊക്കെ വരുന്നവർ നമ്മുടെ ഈ വ്യൂ പോയിന്റും കൂടെ കണ്ടിട്ട് പോകുന്നതിൽ ഒരു നഷ്ടവുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്, അല്ലേ? നല്ലൊരു വൈബ്, നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. ഓഫ് റോഡ് ട്രെക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് സെറ്റപ്പ് ഒരു വഴിയാണ്. സ്ഥലം റോഡൊക്കെ നല്ല ഓഫ് റോഡാണ്. അതെ അതെ, ഓഫ് റോഡാണ് ഗൈസ്. പക്ഷെ ഒന്ന് തെറ്റി വണ്ടി അങ്ങോട്ട് പോയാൽ കാണിച്ചു തരാം ഗൈസ്. അല്ല, ഒന്ന് തെറ്റി പോയി കഴിഞ്ഞാൽ തീർന്നു. നിങ്ങൾ നല്ല ഗ്രിപ്പൊക്കെ ഉള്ള ഇരിപ്പിട്ടാണ് ഇറങ്ങി പോകുന്നത്. തെറ്റല് നന്നായിട്ടുണ്ട്, ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങൾക്ക് വല്ല ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴി ഓഫ് റോഡ് ഇതുവഴി കൊണ്ടുപോകണേണ്ടല്ലോ, നൈഫ് വൈബായിരിക്കും. താഴേക്ക് പോയാൽ അതിലും വൈബായിരിക്കും. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ വൈബ്. നമ്മളെ വീട്ടില് കുത്തിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. എത്രയും ഇതേപോലെ ഇങ്ങനെ കണ്ട വഴിയൊക്കെ തോന്നിയപ്പോ മഴത്തൊക്കെ ഇറങ്ങി പോവുക, പനിയൊക്കെ പിടിക്കുക, വീട്ടിൽ പുതച്ച് മൂടി കിടന്നുറങ്ങുക, ഇൻഡക്ഷനും എടുത്ത് കാശും കളഞ്ഞ് പനിയും പിടിച്ച് കിടന്നുറങ്ങുക. ഇതാണ് വൈബ്. വൈബ് കാഴ്ചകൾക്കായി നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത്. അതെ, ഇവിടെ മൊത്തം ചെള്ളയൊക്കെയാണ്. വീണ് കഴിഞ്ഞാൽ തിത്തൈ തകതോ. ചെറിയൊരു മഴ പെയ്തേ ഉള്ളൂ, നന്നായിട്ട് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. ടെർമിനേറ്റ് അല്ലേ? ഈ ഫോൺ നേരെ വേണം. അല്ല ഇപ്പഴാ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലൊരു ഷോട്ട് എടുത്തായിരുന്നു. ഇന്ന് 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എവിടെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കോസ്മോസ് അണ്ണൻ പറഞ്ഞത് നമ്മുടെ കരിക്കിൻമേടിനടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. കരിക്കിൻമേട് വ്യൂ പോയിന്റ് എന്ന് പറയും, പിന്നെ പരുന്തുംപാറ വ്യൂ പോയിന്റ് എന്നും ഒക്കെ അറിയപ്പെടുന്ന മനോഹരമായ ഒരു സ്പോട്ടാണിത്. ഇടുക്കി ജില്ലയിലെ പ്രകാശിനടുത്തുള്ള ഒരു കിടിലൻ സ്പോട്ടാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നു പോയി കഴിയുമ്പോൾ ഒരു മനോഹരമായ ഒരു സ്പോട്ടിൽ എത്താൻ പറ്റും. അങ്ങോട്ട് നടന്നു പോവുകയാണ്. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ കോസ്മോസ് അണ്ണന് അവിടെ ഒരു മരം കണ്ടപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ കുറേ ഫോട്ടോ ചറപറ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ
ആ സ്പോട്ടിലേക്ക് നടന്നു നീങ്ങിയത്. ചുറ്റും മനോഹരമായ കോടമഞ്ഞിൻ്റെ കാഴ്ചയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. കോട മൊത്തത്തിൽ മൂടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ദൂരെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ കോട മൂടിക്കിടക്കുന്നതുകൊണ്ട് ആ ഒരു ദൃശ്യം നമുക്ക് കിട്ടിയില്ല. പക്ഷേ നല്ലൊരു വൈബ് കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത്. ഇതൊക്കെയാണ് ആ കാഴ്ചകൾ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ. മഞ്ഞൊക്കെ വീണ ഈ മലയിലെ കാഴ്ച പൊളിയല്ലേ? പൊളിയാണ്, സെറ്റാണ്, വൈബാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു സ്പോട്ടിൽ വരിക. ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് വൈബ് അടിച്ചിട്ട് മടങ്ങും. നടന്ന് ഒരു സ്ഥലത്തെത്തി. നല്ല വ്യൂ ആണ്. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കിടിലൻ വ്യൂ പോയിന്റിലേക്ക് എത്താം. അപ്പം നമ്മൾ നടക്കും തോറും മഴയുണ്ട്. അതുപോലെ വഴിയൊക്കെ തെന്നിക്കിടക്കുകയാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇവിടെ കിടക്കുകയുള്ളൂ, വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നല്ല വൈബ് സ്ഥലമാണ്. വ്യൂ ആണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുമാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഏത് വ്യൂ പോയിന്റിൽ പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ 360 വ്യൂ ആണല്ലോ. അതുപോലെ ഇന്ന് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് കരിക്കുമേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെയും 360 ഡിഗ്രിയിലുള്ള വ്യൂ ആണ്. മൊത്തം മഞ്ഞാണ്. നമുക്ക് ദൂരെയുള്ള മനോഹരമായ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് തന്നെ ഈ വീഡിയോ എൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. നല്ല ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. യൂട്യൂബിലാണ് ഈ വീഡിയോ വരുന്നത്. ഫേസ്ബുക്കിലും ഇത് വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് ആദ്യം ഫേസ്ബുക്കിൽ മാത്രം ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വീഡിയോ പിടിക്കാൻ. ഒരു രക്ഷയില്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ യൂട്യൂബ് ഫ്രണ്ട്സിനും കൂടി ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങള് സൂപ്പർ സ്ഥലമാണ് ഗൈസ്. നിങ്ങൾ പണ്ട് ഞങ്ങൾ ഒരു ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ നമ്മൾ അത് ഈ ഒരു ടൈം അല്ല. നല്ല മഞ്ഞ്, നല്ല തണുപ്പ്. അതുപോലെ പറയുന്നൊന്നും കേൾക്കുമോന്ന് അറിയത്തില്ല, കാറ്റ് കാരണം. മിക്കവാറും ഞങ്ങൾ ഈ ഒരു ഭാഗം ചിലപ്പം വോയിസ് കട്ടായിരിക്കും, കാരണം കാറ്റ് ഒത്തിരി ഉണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊക്കെ കേൾക്കാൻ പറ്റും. കോടമഞ്ഞ് നമ്മളെ തഴുകി പോകുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. കക്കടമ്പ് പൂക്കുമ്പോ മഞ്ഞണിഞ്ഞ നല്ല കാറ്റ് വരുമ്പോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കുക. അതുപോലെ ബെല്ലൈക്കൺ ചവിട്ടി കുത്തി പൊട്ടിക്കുക. അപ്പം ഈ ഒരു വ്യൂ പോയിന്റിനെ കുറിച്ച് നമ്മുടെ കോസ്മോസ് അണ്ണൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. പൊളി സ്ഥലമാണ്. നല്ല കോളമഞ്ഞുണ്ടല്ലേ? കോളമഞ്ഞ അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ വ്യൂ പോയിന്റുകളൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ വ്യൂ പോയിന്റിലേക്കൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരാനായിട്ട് ആഗ്രഹം കാണുമല്ലോ. നിങ്ങൾ സ്ഥലത്ത് വരുവാണെങ്കിൽ പെട്ടെന്ന് വന്ന് റീച്ച് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോകാനായിട്ട്. അതിനുവേണ്ടി ഗോ ഇടുക്കി എന്നൊരു ആപ്ലിക്കേഷൻ 2 വീക്സിനുള്ളിൽ പ്ലേ സ്റ്റോറിൽ വരും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ കൺവീനിയന്റ് ആയിട്ട്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്പോസിന്റെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഗോ ഇടുക്കി. അപ്പോൾ മാക്സിമം ഇടുക്കിയിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരെ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. സോ അതിന് അടുത്ത അപ്ഡേറ്റുകൾ തരും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പം വരുന്നത് ബൈ.
ഏ അതിന്റെ മുകളിൽ വന്നിട്ടേ വീണേ പോയി തെറ്റലാണ് ഓടരുത്. ഒരു ബൈക്ക് വന്നായിരുന്നെങ്കിൽ തെറ്റിയാലേ. ആരേലും വീണ കണ്ടന്റ് വൈറല. ഞാൻ ഇന്നലെ മറിഞ്ഞടിച്ച് വീണേ. ഇവിടെ മൊത്തം ചെള്ളാണുള്ളത്. ഏയ് സൂക്ഷിച്ചേക്ക. കൈ കുത്തി വീണാനെ. കൈ കുത്തിയത് കൊണ്ടൊന്നും പറ്റിയില്ല. വീഴ്ചയിൽ നിന്നാണല്ലോ പഠിക്കുന്നതല്ലേ. ഈ പുല്ല് നോക്കുമ്പോ നോക്കണേ കൈ മുറിയാൻ സാധ്യതയുള്ള പുല്ല. തെരുവപ്പില്ല. ഞാൻ കയ്യെ മണ്ണ് പറ്റി. ഇത് ഒരുപാടുണ്ട്. സേഫ് ആയിട്ട് നടക്കണം. കൈ എവിടെ പോയാലും സേഫ്റ്റി മുഖ്യം.